ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ബർഗറാണ്. 2 ചിക്കൻ കട്ട്ലറ്റ്, 2 മുട്ട. ഞാൻ ഒരു മുട്ട എടുത്തുള്ളൂ. ഒരു മുട്ട 2ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയത്. ബട്ടർ തേച്ച 2 പീസ് ബ്രെഡ്, ബട്ടർ തേക്കാത്ത 2 സ്ലൈസ് ബ്രെഡ്, കുറച്ച് വെജിറ്റബിൾസ്. പിന്നെ ഇന്നത്തെ മെയിൻ താരം ഇത് ടൊമാറ്റോ സോസാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. ഒരു 200 ഗ്രാം ടൊമാറ്റോ എടുത്ത് ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് വേവിച്ച് മിക്സിയിലടിച്ച് അത് അരിച്ചിട്ട് വീണ്ടും ഒരു പാനിലാക്കി അത് മാക്സിമം ഉപ്പോ പഞ്ചസാരയോ കുരുമുളക് പൊടി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അതിനനുസരിച്ച് ഉണ്ടാക്കി അത് ഒന്ന് കുറുകുന്നത് വരെ ആക്കിയ ഒരു ടൊമാറ്റോ സോസാണ്. ഇത് പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ പിസ്സയ്ക്ക് വെക്കുന്ന പിസ്സ സോസ് പോലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയത്. ഇത് മാത്രം നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് മാത്രം വാങ്ങിച്ചു. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളാണ്. നമുക്കിതിന് സെറ്റാക്കാം. ബട്ടർ പുരട്ടിയ 2 സ്ലൈസാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 പീസ് ടൊമാറ്റോ, അല്പം ക്യാരറ്റ് സ്ലൈസ് ആക്കിയത്, വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ കയ്യിൽ എന്തുണ്ടോ ആ രീതിക്ക് അനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർക്കാം. കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ക്യാബേജിൻ്റെ ലീവ്സ് അല്ലെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ ലെറ്റ്യൂസ്, ഇലകളൊക്കെ ചേർക്കാം. കുറച്ച് നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ അത് ചേർക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ കട്ട്ലറ്റ്, അതിൻ്റെ മുകളിലേക്ക് സോസ്, ടൊമാറ്റോ സോസാണ്. അല്പം എരിവുണ്ട്, ഷുഗറൊന്നും ചേർത്തിട്ടില്ല. അല്പം എരിവുള്ള സോസാണിത്. നല്ല ടേസ്റ്റാണ്. മറ്റേ നമ്മൾ കെമിക്കൽസ് യാതൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. 100% പ്യുവറാണ് എന്ന് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. ഞാൻ ടൊമാറ്റോ സോസൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗ് ഓംലെറ്റ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടൊമാറ്റോ സോസ് വേണ്ട, നമുക്ക് ടൊമാറ്റോ കഷ്ണങ്ങൾ വെക്കാം. അധികം വേണ്ട, ഒരു ചെറിയ പീസുണ്ട്. ഏറ്റവും മുകളിൽ ബട്ടറൊന്നും പെട്ടാത്ത നമ്മുടെ ബ്രെഡ്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബർഗർ റെഡിയായി. ഇത് ഒരാൾക്ക് ഒരു ഡിന്നറായിട്ട് കഴിക്കാനുള്ള ഒരു ഫുഡുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ മുകളിലൊരു ചെറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 40-50 അതിൽ കൂടുതലൊക്കെ നമ്മൾ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ബർഗർ, ചിക്കൻ ബർഗറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ അല്പം ഒരു ബന്ധപ്പെടുകയാണെങ്കിൽ വലിയ ബന്ധപ്പാടൊന്നുമില്ല, ഒന്ന് അറേഞ്ച് ചെയ്യാനില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇതുകൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ നമുക്ക് കഴിക്കാം. ഇതുപോലെ ബാക്കി ബ്രെഡുണ്ട്, മുട്ടയുണ്ട്, നമ്മുടെ ചിക്കൻ കട്ട്ലറ്റുണ്ട്, ബാക്കി വെജിറ്റബിൾസും ഉണ്ട്, ടൊമാറ്റോ സോസുണ്ട്. എല്ലാം കൊണ്ട് ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ ആയിട്ടുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റാണ്. അപ്പം നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് നമുക്ക് സുന്ദരമായിട്ടൊരു ചിക്കൻ ബർഗർ, ബീഫ് ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആണെങ്കിൽ ബീഫ്, അതിനെക്കാട്ടി എല്ലാവരും ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ ബർഗർ, വെജിറ്റബിൾ എല്ലാം ഓക്കെ.